വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം 9ാം സർഗം ശിഖിധ്വജോപാഖ്യാനം. ഓഡിയോ ബുക്ക് തുടരുന്നു. പേജ് 353, 297 ശ്ലോകം. ദൃഢഭാവാനുസന്ധാനാദ്വിമൂഢ അപി രാഘവ വിഷം നയന്ത്യമൃതതാമൃതം വിഷതാമപി. രാഘവ, വിമൂഢന്മാർ പോലും ദൃഢമായ ഭാവന അനുസന്ധാനത്തിലൂടെ വിഷത്തെ അമൃതമാക്കുന്നു, അമൃതത്തെ വിഷമാക്കുന്നു. ഇതാണ് അലംഘനീയമായ ജീവിത നിയമം. ഈ നിയമമനുസരിച്ചും ദൃഢഭാവനയിലൂടെ ഒരാൾ എന്തിനെ പിന്തുടരുന്നുവോ വീണ്ടും വീണ്ടും മനസ്സ അതിനെ തന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് അയാൾ സ്വയം അതായിത്തീരുന്നു. ബോധരൂപമായി ഭാവന ചെയ്തുറപ്പിക്കുമെങ്കിൽ ദേഹം ബോധമായി മാറും. ദേഹം അസത്യമാണെന്ന് ഭാവന ചെയ്തുറപ്പിച്ചാൽ അത് ശൂന്യമായ ആകാശരൂപം കൈക്കൊള്ളും. അണിമാതി സിദ്ധികൾ നേടുന്നതിൻ്റെയും യുക്തി ഈ ഭാവനാദാർഢ്യം തന്നെയാണ്. അണുത്വം ഭാവന ചെയ്തുറപ്പിച്ചാൽ അണുത്വം, മഹത്വം ഭാവന ചെയ്തുറപ്പിച്ചാൽ മഹത്വം. സങ്കല്പദാർഢ്യം ഉറപ്പുവന്നവർക്ക് ഇത്തരം സിദ്ധികൾ സുലഭങ്ങളാണ്. രാജ്ഞിയായ ചൂഡാല അഭ്യാസം നല്ലപോലെ ദൃഢപ്പെടുത്തി അണിമാതി ഐശ്വര്യ സിദ്ധികൾ അനായാസമായി നേടിയെടുത്തു. ആകാശമാർഗത്തിലൂടെ കടന്നു ചെന്ന് സമുദ്ര അന്തർഭാഗത്ത് തങ്ങി നിന്നു. ഗംഗയെപ്പോലെ അമൃതശീതളയായി ഭൂമിയിൽ എവിടെയും ഒഴുകി നടക്കാനും അവർക്ക് പ്രയാസമുണ്ടായില്ല. ഭർത്താവിനെ എങ്ങനെയെങ്കിലും ആത്മജ്ഞാനാമൃതം കുടിപ്പിച്ച് പ്രബുദ്ധനാക്കണമെന്നായിരുന്നു ചൂഡാലയുടെ ആഗ്രഹം. ആലിംഗനബദ്ധയാകുമ്പോഴൊക്കെ ഒരച്ഛൻ മകനെ എന്ന പോലെ ഭർത്താവിനെ ജ്ഞാന ചർച്ചയിലൂടെ ബോധവാനാക്കാൻ യത്നിക്കുമായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും രാജാവിന് ആത്മാവിൽ വിശ്രാന്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുത്തുകൾ എത്ര ഞെരുക്കിക്കോർത്തിണക്കിയാലും അവ ചഞ്ചലമായി വർത്തിക്കുന്നത് പോലെ രാജമനസ്സും അവിശ്രാന്തമായി തന്നെ വർത്തിച്ചു. ആത്മജ്ഞാനം നേടി പ്രബുദ്ധയായി തീർന്ന പ്രിയതമയെ കാലം കുറേയേറെ കടന്നുപോയിട്ടും ഒരു കുട്ടിക്ക് വിദ്യയെ എന്ന പോലെ രാജാവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ആത്മവിശ്രാന്തി ലഭിക്കാത്ത പ്രിയതമനെ തൻ്റെ സിദ്ധി വൈഭവങ്ങളൊന്നും ഗ്രഹിപ്പിക്കാൻ ചൂഡാലയും ശ്രമിച്ചില്ല. യാഗക്രിയയുടെ മഹത്വം അനർഹനെ ഗ്രഹിപ്പിച്ചിട്ട് എന്തു പ്രയോജനം? രാമൻ ചോദിച്ചു. മഹതിയും സിദ്ധയോഗിയും ആയ ചൂഡാല ശ്രമിച്ചിട്ട് ബുദ്ധിമാനായ ശിഖിധ്വജനു പോലും ആത്മജ്ഞാന ലാഭം സാധ്യമായില്ല. ഈ നിലയ്ക്ക് സാധാരണക്കാരുടെ സ്ഥിതി എന്ത്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഉപദേശക്രമമൊക്കെ ഒരാചാര അനുഷ്ഠാനം മാത്രം. ജ്ഞാനലാഭം ശിഷ്യൻ്റെ ശുദ്ധബുദ്ധിയെ മാത്രം ആശ്രയിച്ചാണ് സംഭവിക്കുന്നത്. കിരാടോപാഖ്യാനം. രാമൻ ചോദിച്ചു, മഹാമുനെ, ഇതാണ് ഈ ജഗത്തിലെ വസ്തുസ്ഥിതിയെങ്കിൽ ആത്മജ്ഞാനത്തിന് ഗുരുപദേശമാണ് കാരണമെന്ന പ്രസിദ്ധിയുടെ താൽപ്പര്യം എന്താണ്? വാസിഷ്ഠൻ പറഞ്ഞു, അത്യന്ത ലുബ്ധനും സമ്പദ് സമൃദ്ധനുമായ ഒരു കിരാടൻ ബ്രാക്കറ്റിൽ വ്യവസായി പണ്ട് വിന്ധ്യ വനപ്രദേശത്ത് ജീവിച്ചിരുന്നു. ഒരിക്കൽ അയാൾ വനപ്രദേശത്തു കൂടി നടന്നു പോകുമ്പോൾ ചെടികളും പുൽക്കൂട്ടവും നിറഞ്ഞ ഒരു സ്ഥലത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറുനാണയം കളഞ്ഞു പോകാൻ ഇടയായി. മഹാലുബ്ധനായിരുന്ന അയാൾ ആ നിസ്സാരമായ ചെറുനാണയം കണ്ടെടുക്കാനായി 3 ദിവസത്തോളം കഠിനയത്നം ചെയ്ത് അവിടെയുണ്ടായിരുന്ന ചെടികളും പുല്ലും മുഴുവൻ പറിച്ചു മാറ്റി. തുടർന്ന് 3-ാം ദിവസം കഴിയാറായപ്പോൾ ആ കുറ്റിക്കാട്ടിൽ നിന്നും പൂർണ്ണ ചന്ദ്രപ്രഭ വിതറുന്ന ചിന്താമണിരത്നം ലഭിക്കാനിടയായി. വെറുമൊരു നിസ്സാരമായ നാണയം കണ്ടെടുക്കാനായിരുന്നു അയാളുടെ പ്രയത്നം. എന്നാൽ അഹോരാത്രം തളരാതെ പ്രയത്നിച്ചതിൻ്റെ ഫലമായി വിലമതിക്കാനാവാത്ത ചിന്താമണി രത്നം അയാൾക്കു ലഭിച്ചു.
ഇതുപോലെയാണ് ഗുരുപദേശത്തിലൂടെ ആത്മജ്ഞാനം ലഭ്യമാകുന്നത്. ഗുരുപദേശക്രമം കൊണ്ട് അന്വേഷിക്കുന്നതൊന്ന്, കിട്ടുന്നത് മറ്റൊന്ന്. ആത്മാവ് അവനവൻ്റെ വിലമതിക്കാനാവാത്ത സ്വരൂപമാണ്. അത് മറ്റൊരാളിൽ നിന്നും കിട്ടേണ്ടതല്ല. ഗുരുപദേശം വെറുമൊരു നിമിത്തം മാത്രം. അമൂല്യമായ ആത്മതത്വലാഭത്തിന് കാരണമല്ലാത്ത ഗുരുപദേശം കാരണമായി ഭവിക്കുന്നു. നാണയലാഭത്തിന് നാണയാന്വേഷണം രത്നലാഭത്തിന് കാരണമാകുന്നത് പോലെ തത്വജ്ഞാനം ലഭിക്കാതെ ശിഖിധ്വജൻ ജനങ്ങൾ ഇരുട്ടിൽ അന്ധരായി തീരുന്നത് പോലെ മോഹബദ്ധനായി ഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം സംസാരതാപത്തിൽ എരിപൊരിക്കൊണ്ടു. അഗ്നിജ്വാലയിൽ എന്ന പോലെ രാജഭോഗങ്ങളിൽ മനസ്സ് അല്പം പോലും രമിച്ചില്ല. വേണ്ടതിലധികം പലതും ദാനം ചെയ്തു നോക്കി. ധാരാളമായി തീർത്ഥയാത്രകൾ നടത്തി. കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ചു. 4 ദിക്കിലും ചുറ്റി അലഞ്ഞു. എന്തു ചെയ്തിട്ടും അല്പം പോലും ചിത്തശാന്തി കൈവന്നില്ല. ചിന്താപരവശനായി ദീനനായ അദ്ദേഹത്തിന് രാജ്യം വിഷം പോലെ അനുഭവപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രിയതമയായ ചൂടാലയെ തലോടിക്കൊണ്ട് ശിഖിധ്വജൻ മധുരസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: പ്രിയേ, ചിരകാലമായി രാജ്യം അനുഭവിക്കുന്നു. രാജവിഭവങ്ങളൊക്കെ വേണ്ടുവോളം കണ്ടുകഴിഞ്ഞു. എൻ്റെ മനസ്സിലിപ്പോൾ എല്ലാറ്റിനോടും വിരക്തി തോന്നുന്നു. ഞാൻ വനവാസത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. സുഖങ്ങളോ ദുഃഖങ്ങളോ ആപത്തുകളോ സമ്പത്തുകളോ വനവാസിയായ മുനിയെ പിടികൂടാൻ എത്തുന്നില്ല. രാജ്യം നഷ്ടമായി പോകുമെന്ന ഭയവും അവിടെയില്ല. യുദ്ധത്തിൽ ജനങ്ങൾ ചത്തൊടുങ്ങുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. രാജസുഖത്തേക്കാൾ എത്രയോ വലുതാണ് വനവാസിയായ മുനിയുടെ സുഖമെന്ന് ഞാൻ കരുതുന്നു. ജനകോലാഹലമില്ലാത്ത ഏകാന്ത സ്ഥലത്ത് മനസ്സ് ശുദ്ധമായി ഭവിക്കുന്നു. അതുപോലെ ചന്ദ്രലോകത്തോ ബ്രഹ്മലോകത്തോ ശിവലോകത്തോ മനസ്സ് ശുദ്ധമാകുമെന്ന് തോന്നുന്നില്ല. പ്രിയേ, എൻ്റെ ഈ ആഗ്രഹത്തിൽ നീ തടസ്സമായി നിൽക്കരുത്. കുലാംഗനകൾ ഭർത്താവിൻ്റെ ആഗ്രഹത്തെ സ്വപ്നത്തിൽ പോലും എതിർക്കാറില്ല. ചൂടാല പറഞ്ഞു: നാഥ, വനവാസവും മറ്റും അതിനുള്ള കാലമാകുമ്പോൾ അനുഷ്ഠിക്കുന്നതല്ലേ നല്ലത്? വസന്തകാലത്ത് പൂവ്, ശരത്കാലത്ത് കായ്, ഇതല്ലേ നിയമം? വാർദ്ധക്യം വന്ന് ജരാനര ബാധിച്ചവർക്കല്ലേ വനവാസം? അങ്ങയെപ്പോലെ യൗവനം കഴിഞ്ഞിട്ടില്ലാത്തവർ എന്തിന് കാട്ടിൽ പോകുന്നു? അതുകൊണ്ട് അങ്ങയുടെ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ശിഖിധ്വജൻ പറഞ്ഞു: ഹേ സുന്ദരി, എനിക്കിഷ്ടമായ ഇക്കാര്യത്തിൽ തടസ്സം ഉന്നയിക്കേണ്ട. ഞാൻ ഏകാന്ത കാനനത്തിലേക്ക് പോയി കഴിഞ്ഞതായി തന്നെ കരുതിക്കോളൂ. നീ ചെറുപ്പമാണ്, മൃദുഗാത്രിയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം കാട്ടിലേക്ക് വരാൻ യോഗ്യയല്ല. വനവാസം കരുത്തുള്ള പുരുഷന്മാർക്ക് തന്നെ ക്ലേശകരമാണ്. അതുകൊണ്ട് പ്രിയേ, ഉത്തമയായ നീ രാജ്യം ഭരിച്ച് ഇവിടെ തന്നെ കഴിയൂ. പതിയുടെ അഭാവത്തിൽ കുടുംബകാര്യം നോക്കേണ്ടത് സ്ത്രീകളുടെ ചുമതലയാണ്. വസിഷ്ഠൻ പറഞ്ഞു: സുന്ദരിയായ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് സ്നാനത്തിനായി പുറപ്പെട്ടു. കുളി കഴിഞ്ഞ് ദിനകൃത്യങ്ങളെല്ലാം നിർവഹിച്ചു. തൻ്റെ അന്നത്തെ കൃത്യം നിർവഹിച്ച ശേഷം സൂര്യഭഗവാനും അസ്താചലത്തിലെത്തി. സരോജമുകുളസ്തനിയായ രജനി യൗവനത്തിലേക്ക് കടന്നു. സന്ധ്യാവന്ദനാദി ക്രിയകളൊക്കെ കഴിഞ്ഞ് രാജാവ് പ്രിയയായ ചൂടാലയോടൊപ്പം മൈനാകം സമുദ്രത്തിലെന്ന പോലെ ശയനശായിയായി ഭവിച്ചു. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. നാടെങ്ങും നിശബ്ദത. നിദ്രാശിലയ്ക്കുള്ളിൽ സകല ജനങ്ങളും ലയിച്ചിരിക്കുന്നു. രാജാവ് ഉറക്കത്തിലായിരുന്ന പ്രിയതമയായ ചൂടാലയെ ആലിംഗന ബന്ധത്തിൽ നിന്നും വേർപെടുത്തി കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി താൻ രാത്രിയിൽ വീരചര്യയ്ക്ക് പുറപ്പെടുകയാണെന്ന് അവിടെയുണ്ടായിരുന്ന അനുചരനെ അറിയിച്ചു. പൂർണ്ണ മനസ്സോടെ എല്ലാം വിട്ട് യാത്രയായി. ജഡയായ അല്ലയോ രാജലക്ഷ്മി, നിനക്കു നമസ്കാരം എന്ന് പറഞ്ഞ് രാജ്യം വിട്ടു. ഒരു നദി സമുദ്രത്തിൽ കടക്കുന്നത് പോലെ ഒരു കൊടുങ്കാട്ടിനുള്ളിലേക്ക് കടന്നു. വീണ്ടും നേരം വെളുത്തു. വീണ്ടും രാത്രി വന്നു. അങ്ങനെ 10 രാത്രികൾ കടന്നുപോയി. രാജാവ് രാജ്യങ്ങളും പർവ്വതങ്ങളും നദികളും കടന്ന് നീങ്ങി മന്ദരപർവ്വതത്തിൻ്റെ വിജനമായ താഴ്വരയിലെത്തി. തൻ്റെ രാജനഗരത്തിൽ നിന്നും അത്യന്തം ദൂരെ ജനങ്ങൾക്ക് വന്നെത്താൻ കഴിയാത്ത ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. ഒഴുകിയലയ്ക്കുന്ന ചെറുതോടുകളായും വലിയ തടാകങ്ങളായും ചുറ്റപ്പെട്ട് വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ വനപ്രദേശം. ഇടിഞ്ഞു പൊളിഞ്ഞ തിട്ടകളും മറ്റും അവിടെ മുൻപ്
ബ്രാഹ്മണാശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിളിച്ചറിയിച്ചു. ക്ഷുദ്രജീവികളുടെ ശല്യം ഒഴിഞ്ഞ സ്ഥലം, സിദ്ധന്മാരുടെ സങ്കേതങ്ങളായ വള്ളിക്കുടലുകൾ കൊണ്ട് നിറഞ്ഞ ഇടം. അവിടെ നല്ല നിരപ്പുള്ള ഒരിടത്ത് രാജാവ് തനിക്കായി ഒരാശ്രമം കെട്ടിയുണ്ടാക്കി. താപസകർമ്മം നിർവിഘ്നം തുടരാനുള്ള സാമഗ്രികളൊക്കെ ശേഖരിച്ചു. മുള കൊണ്ടുള്ള മൃദുവായ ഒരു ദണ്ഡം, ഫലമൂലങ്ങളിട്ട് ഭക്ഷിക്കാനുള്ള ഒരു പാത്രം, പൂജാപാത്രം, പൂക്കൂട, രുദ്രാക്ഷമാല, കമണ്ടലു, തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പുതപ്പ്, മൃഗത്തോൽ കൊണ്ടുള്ള ഒരു ഇരിപ്പിടം എല്ലാം ശേഖരിച്ച് തരപ്പെടുത്തി. മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ കുടിലിൽ തൻ്റെ തപസ് തുടരാനും തീരുമാനിച്ചു. സന്ധ്യാനിയമങ്ങളോടൊപ്പം വെളുപ്പിന് 1-ാം യാമത്തിൽ ജപം കൃത്യമായി നിർവഹിച്ചു. 2-ാം യാമത്തിൽ പുഷ്പങ്ങൾ പറിച്ച് ശേഖരിച്ചു. തുടർന്ന് കുളി, ദേവാർച്ചനം കഴിഞ്ഞ് അല്പം ഫലമൂല ഭക്ഷണം. അതുകഴിഞ്ഞ് മിക്കവാറും ജപധ്യാനങ്ങൾ. ഇങ്ങനെ ഒരു രാത്രി കഴിഞ്ഞുപോയി. മിക്കവാറും ഇതേ ദിനചര്യ തന്നെ തുടർന്നു. ശിഖിധ്വജൻ്റെ തപസ് അങ്ങനെ മുന്നോട്ട് നീങ്ങി. രാമ, ഇനി ചൂടാല എന്തു ചെയ്തു എന്ന് നോക്കാം. അർദ്ധരാത്രി ശിഖിധ്വജൻ വീട് വിട്ടിറങ്ങി. കുറെ കഴിഞ്ഞ് ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു മാൻപേടയെപ്പോലെ വ്യാകുല ചിത്തയായി പെട്ടെന്നുണർന്നു. ഭർത്താവില്ലാതെ ശൂന്യമായി കിടക്കുന്ന കിടക്ക ദൃഷ്ടിയിൽപ്പെട്ടു. അല്പം മ്ലാനവദനയായി ഖേദത്തോടെ എഴുന്നേറ്റ് ശരീരാവയവങ്ങളാകുന്ന തളിരുകൾ വാടിത്തളർന്നു. ഒരു മഹാലത പോലെ താൻ ചുറ്റിപ്പടർന്നിരിക്കുന്ന വൃക്ഷം തന്നെ കൈവെടിഞ്ഞു എന്ന് കണ്ട് ഖിന്നതയോടെ കിടക്കയിൽ തന്നെ അല്പനേരം ഇരുന്ന് ചിന്തിച്ചു. കഷ്ടം, നാഥൻ വീട് വിട്ട് കാട്ടിലേക്ക് പോയി. ഇനി ഞാൻ ഇവിടെ തങ്ങിയിട്ടെന്തു കാര്യം? അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോവുക തന്നെ. വിധി സ്ത്രീകൾക്ക് ഗതി ഭർത്താവാണെന്നല്ലേ വിധിച്ചിരിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച് ഭർത്താവിനെ അനുഗമിക്കാൻ തന്നെ തീരുമാനിച്ച് എഴുന്നേറ്റു. ചൂടാല ജനാല വഴി പുറത്തെത്തി ആകാശഗമനത്തിനൊരുമ്പെട്ടു. സിദ്ധസംഘങ്ങൾക്ക് ആകാശത്തിൽ മറ്റൊരു ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണോ എന്ന ഭ്രമമുണ്ടായി. രാത്രിയിൽ വാളുമേന്തി നടന്നു പോകുന്ന ഭർത്താവിനെ അങ്ങ് അകലത്തായി കണ്ടു. ആകാശമധ്യത്തിലിരുന്നു കൊണ്ട് ആ നിലയിൽ ഭർത്താവിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് സംശയമില്ലാതെ ധ്യാനിച്ചറിഞ്ഞു. സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കി. ആ ഭാവിയെ അനുവർത്തിക്കാനേ തനിക്കും കഴിയൂ എന്നുറച്ചുകൊണ്ട് അവർ വീണ്ടും കൊട്ടാരത്തിലേക്ക് മടങ്ങി. എൻ്റെ ഇപ്പോഴത്തെ യാത്ര ഇവിടെ നിൽക്കട്ടെ. കുറേ കാലം കഴിഞ്ഞ് എനിക്ക് ഭർതൃസമീപം പോകേണ്ടി വരും. അന്നു പോകാം. അതാണ് നിയതിയുടെ നിശ്ചയം. ഇങ്ങനെ ചിന്തിച്ച ചൂടാല അന്തഃപുരത്തിലേക്ക് കടന്നു. ആകാശത്തിൽ ചന്ദ്രക്കലയെന്നോണം ശയ്യയിൽ കിടന്നുറക്കമായി. നേരം പ്രഭാതമായതോടെ രാജാവെന്തോ ഒരു പ്രത്യേക കാര്യം പ്രമാണിച്ച് ദൂരെ ഒരിടത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് പൗരജനങ്ങളെ ആശ്വസിപ്പിച്ചു. സമദർശിനിയായി ഭർത്താവിൻ്റെ രാജ്യം ഭംഗിയായി ഭരിച്ചു. ദിവസങ്ങളും പക്ഷങ്ങളും മാസങ്ങളും സംവത്സരങ്ങളും കടന്നുപോയി. എന്തിനധികം വർഷം 18 അങ്ങനെ കടന്നുപോയി. ഭർത്താവ് പോയ ശേഷം അത്രയും കാലം ചൂടാല തൻ്റെ രാജ്യഭാരം ഭംഗിയായി നിറവേറ്റി. ഭർതൃസമീപം എത്താനുള്ള സമയമായി എന്ന് ചൂടാല മനസ്സിലാക്കി. ആലോചിച്ച് മന്ദരപർവ്വതപ്രാന്തത്തിലെത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി അന്തഃപുരത്തിൽ നിന്നും ചലിച്ച് ആകാശമാർഗത്തിലെത്തി നിന്നു. വായുമാർഗം മന്ദരപർവ്വതത്തിൽ എത്തിച്ചേർന്നു. ആരും കാണാതെ ആകാശം വഴി തന്നെ വനാന്തരത്തിൽ കടന്നു. യോഗശക്തി കൊണ്ട് രാജാവിനെ പുതിയൊരു ദേഹം അംഗീകരിച്ചയാളെപ്പോലെ കണ്ടെത്തി. ഹാരമില്ല, കേയൂരമില്ല, കടകമില്ല, കുണ്ടലമില്ല, രാജചിഹ്നങ്ങളൊന്നുമില്ല. ദേഹം മെലിഞ്ഞ് കറുത്ത് ജീർണിച്ച നിലയിൽ ഭർത്താവിനെ കണ്ടെത്തി. പീവരസ്തനിയായ ചൂടാല ആ നിലയിൽ പതിയെ കണ്ട് അല്പം വിഷാദത്തോടെ ഇങ്ങനെ സ്വയം ചിന്തിച്ചു. 298 പദ്യം. അഹോനു വിഷമം മൗർഖ്യം സർവശാസ്ത്രാർത്ഥദർശിനഃ ഏവം വിധാ സമായാന്തി ദുർദശായത് പ്രമാദതഃ. അഹോനു, കഷ്ടം കഷ്ടം. സർവശാസ്ത്രാർത്ഥദർശിന, എല്ലാ ശാസ്ത്രതത്വവും പഠിച്ച് വശമാക്കിയ ആളിന് വന്നു ചേരുന്ന മൗർഖ്യം, വിഷമം, അജ്ഞാനമോഹം വളരെ ദുഃഖപ്രദം തന്നെ. യത് പ്രമാദത, സത്യാനുഭവത്തെക്കുറിച്ചറിവില്ലാതെ വന്നു ചേരുന്ന ദുർദശ, ദുഃഖാനുഭവങ്ങൾ. ഏവം വിധാഹ സമായാന്തി, ഈ വിധമാണ് മനുഷ്യനെ പിടികൂടുന്നത്. കഷ്ടം കഷ്ടം. എല്ലാ ശാസ്ത്രതത്വവും പഠിച്ച് വശമാക്കിയ ആളിന് വന്നു ചേരുന്ന അജ്ഞാനമോഹം വളരെ ദുഃഖപ്രദം തന്നെ. സത്യാനുഭവത്തെക്കുറിച്ച് അറിവില്ലാതെ വന്നു ചേരുന്ന ദുഃഖാനുഭവങ്ങൾ ഈ വിധമാണ് മനുഷ്യനെ പിടികൂടുന്നത്.
മൗർഖ്യം സർവശാസ്ത്രാർത്ഥദർശിനഃ. അജ്ഞതയാണ് ദുഃഖത്തിന് കാരണം. സ്വതേ അജ്ഞരായവർ ദുഃഖ പരമ്പര വരുത്തി വയ്ക്കുന്നതിൽ അതിശയിക്കാനില്ല. എന്നാൽ ശാസ്ത്രാർത്ഥം നല്ലപോലെ ഗ്രഹിച്ചവർ തന്നെ ദുഃഖ പരമ്പര സ്വയം സൃഷ്ടിച്ച് അനുഭവിക്കാനിടയായാലോ? വസ്തുസത്യം അവനവൻ്റെ തന്നെ സ്വരൂപമായ ആനന്ദബോധമാണ്. അതിൽ അജ്ഞത കൊണ്ട് ആരോപിതമാകുന്ന ഭ്രമമാണ് കർമ്മം. ഒരിക്കൽ കൂടി വായിക്കാം. വസ്തുസത്യം അവനവൻ്റെ തന്നെ സ്വരൂപമായ ആനന്ദബോധമാണ്. അതിൽ അജ്ഞത കൊണ്ട് ആരോപിതമാകുന്ന ഭ്രമമാണ് കർമ്മം. അപ്പോൾ കർമ്മം കൊണ്ടൊരിക്കലും സ്വരൂപത്തെ നേടേണ്ട കാര്യമേയില്ല. സ്വരൂപം തെളിയാനുള്ള ഒരേ ഒരു മാർഗം അത് വിചാരം ചെയ്തുറപ്പിക്കുകയാണ്. അതിന് ഒരു കർമ്മവും തടസ്സമല്ല. രാജവൃത്തിയും താപസവൃത്തിയും കർമ്മമാണ്. ഇതിലേതിൽ വർത്തിച്ചാലും സത്യവിചാരം ചെയ്ത് ഉള്ളിൽ രാഗദ്വേഷം ഒഴിവാക്കുമെങ്കിൽ ഒരാൾക്ക് ആത്മാനുഭവം ഉണ്ടാകും. ചൂഡാല അങ്ങനെയാണ് ആത്മാനുഭവം നേടിയത്. ശിഖിധ്വജനാകട്ടെ ഈ രഹസ്യം പിടികിട്ടാതെ രാജകർമ്മം വിട്ട് താപസകർമ്മം അംഗീകരിച്ചു. രാജകർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന രാഗദ്വേഷ വൈഷമ്യം താപസകർമ്മങ്ങളിലേക്കു മാറ്റി. കൂടുതൽ കഠിനമായ ദുഃഖ പരമ്പരയെ അഭിമുഖീകരിക്കേണ്ടതായും വന്നു. ശരീരം ക്ഷീണിച്ചു, മനസ്സ് ക്ഷീണിച്ചു, പുതുതായി ഒന്നും നേടാനും കഴിഞ്ഞില്ല. ഇതാണ് സർവശാസ്ത്രാർത്ഥദർശിയുടെ വിഷമകരമായ മൗർഖ്യം. അനുഭവം നേടാനുള്ള സുലളിതമായ മാർഗം അന്ധമായ കർമ്മബഹുലത കൊണ്ട് അത്യന്തം വിഷമകരമാക്കി തീർക്കുക. ഈശ്വരാന്വേഷണ മാർഗത്തിൽ മിക്കവാറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷമകരമായ ഈ മൗർഖ്യമാണ്. ചൂഡാല തുടർന്നു. അതുകൊണ്ട് ഞാൻ ഇന്നു തന്നെ പ്രിയതമനെ അറിഞ്ഞവനാക്കി തീർക്കുന്നുണ്ട്. ഭോഗമോക്ഷസ്ഥിതി എന്തെന്ന സന്ദേഹമില്ലാതെ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ചൂഡാലാരൂപം വിട്ട വേറൊരു വേഷത്തിൽ മുൻപിലെത്തി അദ്ദേഹത്തെ ഉണർത്തും. ഈ വേഷത്തിൽ ചെന്നാൽ ഇവൾ ബാല, എൻ്റെ പ്രിയതമ എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയും. ഞാൻ പറയുന്നത് അനുസരിക്കില്ല. അതുകൊണ്ട് താപസവേഷം അംഗീകരിച്ച അദ്ദേഹത്തെ ഉപദേശിക്കാം. ഭർത്താവ് അല്പം ആശയക്കുഴപ്പമെങ്കിലും ഇപ്പോൾ ആത്മജ്ഞാനത്തിന് പാകമായ ചിത്തത്തോടു കൂടിയവനാണ്. ശുദ്ധമായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മതത്വം ഇനി വേഗം തെളിയും. ഇങ്ങനെ ചിന്തിച്ച് ചൂഡാല ഒരു ബ്രഹ്മചാരിയുടെ രൂപം കൈക്കൊണ്ടു. അല്പനേരത്തെ ഏകാഗ്രധ്യാനം കൊണ്ട് തന്നെ അത് സാധിച്ചു. എന്നിട്ട് ഭർത്താവിൻ്റെ മുൻപിൽ എത്തി നിന്നു. ശിഖിധ്വജൻ തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ബ്രാഹ്മണകുമാരനെ കണ്ടു. ഉരുകി ഒഴുകുന്ന സൗവർണ ശോഭയോടുകൂടിയ ശരീരം, മുത്തുഹാരങ്ങളണിഞ്ഞ് മനോഹരം, വെളുത്ത പൂണുനൂൽ ധരിച്ചിട്ടുണ്ട്. നല്ല വെണ്മയുള്ള 2 വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കൃതൻ. കാല് തറയിൽ തൊട്ടിട്ടില്ല, അല്പം ഉയർന്ന് നിലകൊള്ളുന്നു. ആ ബ്രഹ്മചാരിയെ കണ്ട് ശിഖിധ്വജൻ ചാടി എണീറ്റു. ദൈവപുത്രനെ എത്തിയിരിക്കുന്നു എന്ന് കരുതി പാതുകം ഉപേക്ഷിച്ച് അടുത്തേക്ക് ചെന്നു. ദേവപുത്ര നമസ്കാരം, ഇതാ ഇരിപ്പിടം, ഇരുന്നരുളിയാലും എന്ന് പറഞ്ഞ് ഇരിപ്പിടം ചൂണ്ടിക്കാണിച്ചു. രാജർഷി അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ബ്രഹ്മചാരി ആസനസ്ഥനായി. രാജാവർപ്പിച്ച പുഷ്പവൃഷ്ടി അംഗീകരിച്ച് ഇരിപ്പായി. ശിഖിധ്വജൻ പറഞ്ഞു, സുഹൃതിയായ ദേവപുത്ര, അങ്ങിപ്പോൾ എവിടെ നിന്ന് വരുന്നു? അങ്ങയെ കണ്ടതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ദിവസം സഫലമായതായി ഞാൻ കരുതുന്നു. ഇങ്ങനെ പറഞ്ഞ് അർഘ്യപാദ്യങ്ങളും മാലാപുഷ്പങ്ങളും ഈ ഇഷ്ടദേവനായിക്കൊണ്ട് യഥാക്രമം സമർപ്പിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, പുണ്യാത്മൻ, മൃദുവും യോഗ്യവും വിനയാൻവിതവുമായ ഈ പെരുമാറ്റം കൊണ്ട് അങ്ങ് അത്യന്തം ചിരഞ്ജീവിയായി ഭവിക്കുമെന്ന് ഞാൻ കാണുന്നു. ശാന്തമായ മനസ്സോടെ ലോകസങ്കല്പങ്ങളൊക്കെ വെടിഞ്ഞ് നിർവാണ ലാഭത്തിനായുള്ള അങ്ങയുടെ ഈ ഉദാര തപസ് ദിനം പ്രതി ശക്തി പ്രാപിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ ശാന്തമായ ഈ തപസ് വാൾത്തലയിൽ കൂടിയുള്ള സഞ്ചാരമാണ്. ഐശ്വര്യസമൃദ്ധമായ രാജ്യം ഉപേക്ഷിച്ചിട്ടല്ലേ അങ്ങ് കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? ശിഖിധ്വജൻ പറഞ്ഞു, ഭഗവൻ, ദേവനായ അങ്ങ് എല്ലാം അറിയുന്നുണ്ടല്ലോ. ഇതിലെന്താണ് ആശ്ചര്യം? അങ്ങയുടെ സർവോത്തമമായ മുഖശ്രീ തന്നെ ഇക്കാര്യം വിളിച്ചറിയിക്കുന്നു. അങ്ങ് ആരാണ്? ആരുടെ പുത്രനാണ്? എന്നെ അനുഗ്രഹിക്കാനായി ഇവിടം വരെ എഴുന്നള്ളിയതിൻ്റെ ഉദ്ദേശം എന്താണ്? ചുറ്റും പൂനിലാവ് വിതറുന്ന ശോഭയോടുകൂടിയ ദേവപുത്ര, എൻ്റെ ഈ സംശയങ്ങൾക്ക് നിവാരണമുണ്ടാക്കിയാലും. ബ്രാഹ്മണൻ പറഞ്ഞു, രാജൻ, അങ്ങയുടെ സംശയങ്ങൾ ഞാൻ അകറ്റാം. കേട്ടോളൂ.
വിനയപൂർവ്വം ഒരാൾ ചോദിക്കുന്ന കാര്യങ്ങൾ ആർക്കു ഒഴിവാക്കാൻ കഴിയും? ഈ ജഗത്തിനുള്ളിൽ നാരദൻ എന്ന ശുദ്ധാത്മാവായ ഒരു മുനിയുണ്ട്. പുണ്യലക്ഷ്മിയുടെ തേജോമയമായ മുഖത്ത് കർപ്പൂര തിലകം പോലെ അദ്ദേഹം വിളങ്ങുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഗുഹയിൽ ധ്യാനമഗ്നനായി കഴിയുകയായിരുന്നു. ഒരു ഹേമതടത്തിൽ ഗംഗ കല്ലോല കളകളത്തോടെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നാരദമുനി ധ്യാനം വിട്ടുണർന്ന് ഗംഗാതീരത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. ചിലമ്പൊലി ശബ്ദത്തോടുകൂടിയ ലീലാകളകളാരവം അവിടെ നിന്നും ഉയർന്നു വന്നു. എന്താണിത് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൗതുകമുണർന്നു. നേരമ്പോക്കായി ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു പറ്റം സുന്ദരിമാരെ കാണാനിടയായി. രംഭാതിലോത്തമമാരെപ്പോലെ മനോഹാരിണിമാർ. പുരുഷന്മാരാരുമില്ലാത്ത ആ സ്ഥലത്ത് അവർ വസ്ത്രമെല്ലാം വെടിഞ്ഞ് ജലക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തികച്ചും നഗ്നരായി അവയവങ്ങളെല്ലാം പുറത്തു കാട്ടി നിൽക്കുന്നവർ. അന്യോന്യം പ്രതിബിംബങ്ങൾ പ്രദർശിപ്പിച്ച് ശുദ്ധദർപ്പണങ്ങൾ എന്ന പോലെ വിലസുന്നവർ. ആ സുന്ദരീ സമൂഹത്തെ കണ്ട് മുനിയുടെ മനസ്സ് വിവേകം വെടിഞ്ഞ് കാമസ്ഫുരണത്തോടെ ആനന്ദിതമായി. ആനന്ദം സ്ഫുരിച്ച ഹൃദയം അല്പമൊന്നിളകി പ്രാണഗതിക്ക് വേഗത കൂടി. അതോടെ സന്തുഷ്ടനായ അദ്ദേഹത്തിന് രേതസ്ഖലനം സംഭവിച്ചു. രാജാവ് ചോദിച്ചു, ഭഗവൻ ജ്ഞാനിയായ നാരദമുനി ജീവൻ മുക്തനല്ലേ? അദ്ദേഹത്തിന് ഈ പരവശത എങ്ങനെ വന്നു? ഒന്ന് വിശദമാക്കിയാലും. ബ്രാഹ്മണൻ പറഞ്ഞു, 299 ശ്ലോകം. സ്വരൂപേ നിർമ്മലേ സത്യേ നിമിഷമപി വിസ്മൃതേ ദൃശ്യമുല്ലാസമായാതി പ്രാവൃഷീവ പയോധരഃ. രാജാവേ, ശുദ്ധവും സ്വരൂപവുമായ ബോധസത്യം ഒരു നിമിഷമെങ്കിലും വിസ്മരിക്കാനിടയായാൽ മഴക്കാലത്ത് മേഘമെന്ന പോലെ ദൃശ്യം പൊന്തിവന്ന് അനുഭവിക്കാൻ ഇടയാകും. 306 പദ്യം. അനാരതാനുസന്ധാനാദപ്യുന്മേഷ വിസ്മൃതേ സ്വരൂപേനോല്ലസത്യേഷ ചിതി ദൃശ്യപിശാചകഃ. അനാരതാനുസന്ധാനാത്, ചിരകാലത്തെ നിരന്തരമായ ശുദ്ധബോധ അനുസന്ധാനം കൊണ്ട് ഉന്മേഷം അവിസ്മൃതേ, ഒരു നിമിഷം പോലും ബോധവിസ്മൃതി വരാതിരിക്കുമെങ്കിൽ സ്വരൂപേ ചിതി, ആത്മാവായ ബോധത്തിൽ യേശ ദൃശ്യപിശാചക, ഈ ദൃശ്യപിശാച് ന ഉല്ലസതി, പൊന്തി വന്ന് അനുഭവപ്പെടുകയില്ല. ചിരകാലത്തെ നിരന്തരമായ ശുദ്ധബോധ അനുസന്ധാനം കൊണ്ട് ഒരു നിമിഷം പോലും ബോധവിസ്മൃതി വരാതിരിക്കുമെങ്കിൽ ആത്മാവായ ബോധത്തിൽ ഈ ദൃശ്യപിശാച് പൊന്തി വന്ന് അനുഭവപ്പെടുകയില്ല. സ്വരൂപേനോല്ലസത്യേഷ, ശുദ്ധബോധസ്വരൂപമായ ആത്മാവിൽ നാമരൂപ ദൃശ്യ ആവിർഭാവമാണ് സംസാരബന്ധം. ആത്മാവിൽ ദൃശ്യം രൂപം കൊള്ളുന്നില്ലയോ മോക്ഷം. ആത്മാവിൽ ദൃശ്യം രൂപം കൊള്ളുന്നില്ലയോ മോക്ഷം. ഈ മോക്ഷം നേടാൻ എന്താണ് ഉപായം? ഏതു ദൃശ്യത്തിലും ശുദ്ധബോധമായ പരമകാരണത്തെ അനുസന്ധാനം ചെയ്തുറപ്പിക്കണം. എത്ര കാലം ഈ അനുസന്ധാനം തുടരണം? ഏതു ദൃശ്യം കണ്ടാലും നാമരൂപങ്ങളെ മാറ്റി നിർത്തി ശുദ്ധബോധത്തെ അനുഭവിക്കാൻ കഴിവ് വരുന്നതുവരെ അനുസന്ധാനം തുടരണം. എത്ര ആഭരണങ്ങൾ എവിടെ കണ്ടാലും ആഭരണ നാമരൂപങ്ങളെ മാറ്റി നിർത്തി ഒരാൾ കനകൈക മഹാബുദ്ധി അഭ്യസിച്ച് ഉറപ്പിക്കുന്നത് പോലെ ക്രമേണ അഭ്യാസം ദൃഢപ്പെടും. അതോടെ എന്തെവിടെ കണ്ടാലും ബോധൈക മഹാബുദ്ധി അഥവാ ബ്രഹ്മൈക മഹാബുദ്ധി ഉറപ്പുവരും. ബ്രഹ്മൈക മഹാബുദ്ധി വിസ്മരിക്കപ്പെടുന്നില്ലെങ്കിൽ ദുർബലങ്ങളായ നാമരൂപ സങ്കല്പങ്ങൾ അല്പമൊക്കെ പൊന്തി മറഞ്ഞാലും പേടിക്കാനില്ല. എത്ര സുന്ദരമായ സ്ത്രീരൂപമോ പുരുഷരൂപമോ കണ്ടാലും പുരുഷനോ സ്ത്രീയോ അത് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ നാരദനുണ്ടായതായി പറയപ്പെടുന്നത് പോലുള്ള ചിത്തവിക്ഷോഭം ഉണ്ടാകാൻ ഇടവരില്ല. ബ്രഹ്മഭാവം മറന്നാൽ ദൃശ്യം ചിത്തത്തെ ക്ഷോഭിപ്പിക്കും. ചിത്തം ക്ഷോഭിച്ചാൽ സുഖദുഃഖ അനുഭവം. ഇതാണ് നിയമം. ബ്രാഹ്മണൻ തുടർന്നു. 301 സുഖദുഃഖകലാസ്പന്ദോ ബന്ധോ ജീവസ്യ നേതരഃ തദഭാവോ ഹി മോക്ഷസ്യാദിതി ദ്വേധാ വ്യവസ്ഥിതിഃ. ചിത്തത്തിൽ സുഖദുഃഖങ്ങൾ സ്പന്ദിച്ച് അനുഭവിക്കാൻ ഇടവരുന്നതാണ് ജീവന്റെ ബന്ധം. ജീവന് വേറെ ബന്ധമൊന്നുമില്ല. സുഖദുഃഖ ദ്വന്ദ്വ അനുഭവങ്ങൾ വിട്ടുപോകുന്നതാണ് മോക്ഷം. ഇതാണ് ബന്ധമോക്ഷ നിയമം.
ശുദ്ധമായ ബോധാനുഭവത്തിലൂടെ ആത്മജ്ഞാനം ഉറപ്പുവരുന്ന ജ്ഞാനിക്ക് സാപേക്ഷ സുഖദുഃഖങ്ങളില്ല. അദ്ദേഹം മനസ്സിൻ്റെ സമനിലയിലെത്തി സദാ സുഖിക്കുന്നു. 302 പദ്യം. സർവമേവ ചിദാകാശം ബ്രഹ്മേതി ഘനനിശ്ചയേ സ്ഥിതിം യാതേ സമം യാതി ജീവോ നിസ്നേഹദീപവത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.